ഞാൻ ഈ പരിചയപ്പെടുത്തുന്നത് ലഗുണ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി തെങ്ങിൻ തൈയാണ്. ഇതിന് ചെല്ലിശല്യം വളരെ കുറഞ്ഞൊരു വെറൈറ്റി എന്നാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല ഇതിന് ഓയിൽ കണ്ടന്റ് വളരെ കൂടുതലായിട്ടുള്ള ഒരു വെറൈറ്റിയും കൂടിയാണ്. ശ്രീലങ്കൻ വെറൈറ്റി നാന എന്നാണ് അതിന്റെ പേര്. ഇത് ഗ്രീൻ ഡാർഫ് വെറൈറ്റിയിൽ വരുന്നതാണ്. ഇത് 3 വർഷം മുതൽ ചൊട്ടയിട്ട് തുടങ്ങും. 200 മുതൽ 250 വരെ ഇയറിൽ ഇതിന് കായുണ്ടാവും. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി ഉള്ള ഇനം തൈയാണ്. ഇത് നമ്മുടെ പുതിയ രീതിയിൽ ഒരു പെപ്പർ കൃഷിയാണ്, കുരുമുളകിൻ്റെ കൃഷിയാണ്. അതായത് സ്ഥലം വേണമെന്നില്ല, നമുക്ക് ടെറസിൽ ചെയ്യാം, ഇനി നമുക്കുള്ള സ്ഥലത്തും ചെയ്യാം. സാധാരണ കുരുമുളക് പ്ലാന്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കുരുമുളക് പ്ലാന്റ് ചെയ്യാം. താങ്ങുകാലിന് മരം വേണ്ട, നമ്മൾ ചെയ്യുന്ന വളങ്ങളെല്ലാം കറക്റ്റായിട്ട് ലഭിക്കും. 15 വർഷം വാറണ്ടിയോടുകൂടിയാണ് ഈ കവറിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഞാൻ ഇന്നെത്തിയുള്ളത് കോട്ടയം ജില്ലയിലെ കേര കേന്ദ്രം തെങ്ങിൻ നഴ്സറിയിലാണ്. ഇവിടുത്തെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് തെങ്ങിൻ തൈകളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അതും ചെല്ലിക്കുത്ത് വരാത്ത തെങ്ങിൻ തൈകൾ മാത്രമല്ല, തെങ്ങിൻ തൈകൾ വാങ്ങിക്കുന്നവർക്ക് വാറണ്ടി കാർഡും തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. വീഡിയോ കാണുന്നതിന് മുന്നേ നമുക്ക് ലൊക്കേഷൻ ഒന്ന് ചോദിച്ചറിയാം, അതിനുശേഷം നമുക്ക് എല്ലാ പ്ലാന്റുകളും ഒന്ന് പരിചയപ്പെടാം. നഴ്സറിക്ക് വരാനുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാണ് നമുക്ക് കോട്ടയം തിരുനക്കര അമ്പലത്തിന്റെ അവിടുന്ന് 1.5 കിലോമീറ്റർ അകലെ മാളികപ്പീടിക പോസ്റ്റ് ഓഫീസിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ തരത്തിലുള്ള തെങ്ങും തൈകളും നമുക്കിവിടെ ലഭിക്കും. വിദേശ ഇനം ഒരു 50-ൽ പരം തെങ്ങും തൈകൾ നമുക്കിവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ചെല്ലി കുത്തത്തില്ലാത്ത പലതരത്തിലുള്ള തെങ്ങും തൈകളും നമുക്കിവിടെ ലഭ്യമാണ്. കർഷകർക്ക് ഗുണകരമാകുന്ന രീതിയിലുള്ള അവർക്ക് ബെനിഫിറ്റഡ് ആയിട്ടുള്ള ചില സ്കീമുകളും നമ്മൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ മേടിച്ച് തരുന്നതാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലഗുണ എന്ന് പറയുന്ന ഫിലിപ്പീൻസ് വെറൈറ്റി. ഇത് സെമിറ്റോൾ ആണ്. അതുപോലെ തന്നെ ശല്യം വളരെ കുറവാണ്, വളരെ 90% ഉണ്ട്. പിന്നെ നമ്മൾ 100% അതിന് ഉറപ്പ് കൊടുക്കുന്നു. ഇതിന്റെ ചെറിയ തൈയും ഉണ്ട്, നമുക്ക് വലിയ തൈകളും 1500 മുതലുള്ള വലിയ തൈകളും 3 വർഷം വരെയുള്ള തൈകളും നമുക്കിപ്പോ ഇവിടെ ലഭിക്കും. ഇതിനകത്ത് ചെല്ലിക്കുത്തില്ല എന്ന് പറഞ്ഞല്ലേ, എത്ര ശതമാനം നമുക്ക് ഉറപ്പ് കൊടുക്കാം? 90% നമ്മൾ ഉറപ്പ് പറയുന്നത് പ്രതിരോധ ശേഷി വളരെ കൂടുതലുണ്ട്. നമ്മൾ ഇവിടുത്തെ സ്ഥാപനം 100% കൊടുക്കുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ വിത്ത് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്, റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോളോ അപ്പ് ഉണ്ട്. മാത്രമല്ല വളം നമ്മൾ 3 മാസം കൂടുമ്പോൾ വളം മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് ഒരു കേടും കൂടാതെ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എത്ര വർഷം കൊണ്ട് കായ്പിടുത്തം വരും? ഇത് ഫ്ലവറിംഗ് ഉണ്ടാകുന്നത് 4 വർഷം മുതൽ. ഒരു 1 ഇയറോട് കൂടിയാണ് ഇനി നമുക്ക് നന്നായിട്ട് അതിന്റെ ബെനിഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും. ഇതിന് എത്ര റേറ്റ് വരുന്നത്? അതിന് 600 രൂപ ഉണ്ട്. ഇത് നമ്മുടെ വേറെ ഇനമാണ്. ഇതിന്റെ പേര് മാവയാണ്. ഇത് 3 വർഷം മുതൽ ഫ്ലവറിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ അതിന്റെ തേങ്ങ നല്ല ഓയിൽ കണ്ടന്റ് ഉള്ളതാണ്. പെട്ടെന്ന് തന്നെ ഫ്ലവറിംഗ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. പിന്നെ ഇത് 90% നമ്മൾ ഇതിന് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ചെല്ലി കുത്തലും ഇതിനെ വളരെയധികം അഫക്ട് ചെയ്യത്തില്ല. ടീച്ചറെ, നമ്മൾ ഇത് കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ വാറണ്ടി കാർഡ് കൊടുക്കുന്നില്ലേ? എത്ര വർഷത്തേക്ക് കൊടുക്കുന്നത്? നമ്മൾ 2 വർഷം. 2 വർഷം എന്ന് പറയുന്നത് ഈ 2 വർഷത്തിലുള്ള തെങ്ങിന് പലതരത്തിലുള്ള രോഗങ്ങൾ വരാം. അപ്പൊ മഞ്ഞളിപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ കൂമ്പ് ചീച്ചിലുണ്ടാവാം, അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒരു തെങ്ങിനുണ്ടാവാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഗ്യാരണ്ടി കൊടുക്കുന്നത്. അതുപോലെ ചെല്ലി കുത്തത്തില്ല, 90% നമ്മൾ പറയുന്നു, 100% ഈ സ്ഥാപനം കൊടുക്കുന്നു. ഇത് നമുക്ക് ഫിലിപ്പീൻസിന്റെ ആണ്. സാൻ റാമോൺ എന്നാണ് ഇതിന്റെ പേര്. ഇത് 5 വർഷം മുതൽ, അല്ലെങ്കിൽ 4 മുതൽ 5 വർഷം മുതലാണ് നമുക്കിത് ഫ്ലവറിങ് ഉണ്ടാവുന്നത്. തേങ്ങയ്ക്ക് നല്ല ഓയിൽ കണ്ടന്റ് ഉള്ളതും അരയ്ക്കാനും ഒക്കെ പറ്റിയ നല്ലൊരിനം തൈയാണ് ഫിലിപ്പീൻസിന്റെ സാം റോമാൻ എന്ന് പറയുന്നത്. എത്ര വർഷം ഇത് 4 മുതൽ 5 വർഷം. ഇത് സിഗ്രിയന്റ് വെറൈറ്റി ആണ്. ഇത് 3 വർഷം മുതലാണ് നമുക്ക് ചൊട്ടയിട്ട് തുടങ്ങുന്നത്. ഇത് ഡാർഫ് വെറൈറ്റി ആണ്. അതുപോലെ തന്നെ ഇത് കരിക്കിനും നല്ലതാണ്, ഓയിൽ കണ്ടന്റ് ഉള്ളതാണ്, തേങ്ങ അരയ്ക്കാനും നല്ലതാണ്. ഇതിനും നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 2 വർഷത്തെ വാറണ്ടി നമ്മൾ ഇതിനത്തേക്ക് കൊടുക്കുന്നുണ്ട്. എന്താണ് ടീച്ചർ ഇതിന്റെ വില വരുന്നത്? ഇതിന് നമുക്ക് 600 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. നമുക്ക് 2 വർഷത്തെ വാറണ്ടി കാർഡ് കൊടുക്കുന്നുണ്ട്. 2 വർഷത്തെ വാറണ്ടി കാർഡ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സബ്സിഡി ഫോം കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇവിടുന്ന് വാങ്ങുന്നവർക്ക് 10 തൈ കൂടുതൽ, 10 മുതൽ 150 തൈ വരെ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഇതിന്റെ ഫോം കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളും നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നു. സബ്സിഡി എങ്ങനെ വരുന്നത്? സബ്സിഡി ഒരു തൈക്ക് 350 രൂപയാണ് നമ്മൾ സബ്സിഡി, നമ്മളല്ല കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് പക്ക റിസൾട്ട് വരുന്ന ഐറ്റംസ് തന്നെയാണ് അല്ലേ? ഒരു സംശയമില്ല. അതുപോലെ ചെല്ലികുത്തിൽ ഈ സിഗ്രിയന്റിന് ബാധിക്കത്തേ ഇല്ല. കാരണം അങ്ങനെ ഒരു വെറൈറ്റി ആണ് ഈ സിഗ്രിയന്റ്. 90%ഓളം ഇതിന് രോഗപ്രതിരോധ ശേഷി കൂടുതലുണ്ട്. നമ്മൾ ഇതിനെല്ലാം 100% കൊടുക്കുന്നത്. കാരണം അത്രയ്ക്കും നല്ലൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് ഇതിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്.
നമ്മൾ ഇനി ശ്രീലങ്കൻ വെറൈറ്റി ആയിട്ടുള്ള നാന ഗ്രീൻ ഡാർഫ് ആണ്. ഇത് 3 വർഷം മുതൽ നമുക്ക് ചൊട്ടയിട്ട് തുടങ്ങും. 250 പരം നമുക്ക് നാളികേരം ഇരുന്ന് ലഭിക്കും. ഓയിൽ കണ്ടന്റ് നല്ല കൂടിയിട്ടുള്ളതാണ്. രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ചെല്ലു കുത്തലും ഇതിനെ ഒരു പരിധി വരെ അഫക്റ്റ് ചെയ്യത്തില്ല. ഇതിന് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഇതാണ് ഗ്യാരണ്ടി പേപ്പർ എന്ന് പറയുന്നത്. 2 വർഷം വരെയാണ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നത്. റീപ്ലേസ്മെന്റ് ഉണ്ട്. ഈ കാർഡോട് കൂടി ഒരു അഡ്രസ്സ് ഫുൾ എഴുതും. ഇതുകൂടാതെ നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സബ്സിഡിക്കുള്ള ഒരു ഫോമും ഉണ്ട്. ഇത് 350 രൂപയാണ് ഒരു തെങ്ങിൻ തൈക്ക് സബ്സിഡി അവർ കൊടുക്കുന്നത്. നമ്മളിപ്പം ഫിലിപ്പീൻസിന്റെ മാവ ലഗുണയും ചെറിയ തൈകളാണ് പരിചയപ്പെട്ടത്. ഇനി അതിന്റെ വലിയ തൈകളാണ് ഇരിക്കുന്നത്. 2 വർഷമായ തൈകളാണ് ഇരിക്കുന്നത്. ഇതിപ്പോ 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് ചൊട്ടയിട്ട് തുടങ്ങും. ഇത് മാവയും ലഗുണയും. ഇതിന് നമ്മൾ വാറണ്ടി 2 വർഷത്തെ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ 2 വെറൈറ്റിക്കും ചെല്ലിക്കുത്തില്ലാത്ത വെറൈറ്റി അല്ലേ? ചെല്ലികുത്തതില്ലാത്തതാണ്. ഇനിയിപ്പോ നമ്മളിവിടെ ഇപ്പൊ 2 വർഷമായി. ഇനി മണ്ണിലേക്ക് വെക്കുന്നിടം വരെ വെച്ചുള്ള 2 വർഷം നമ്മൾ ഗ്യാരണ്ടി ഇതിനും കൊടുക്കുന്നുണ്ട്. ചെറിയ സൈസിന് 2 വർഷത്തേക്ക് വാറണ്ടി കൊടുക്കുന്നത്, 2 വർഷമായതായിരിക്കും 2 വർഷത്തെ വാറണ്ടി കാർഡ് കൊടുക്കുന്നത് അല്ലേ? ഇത് നമ്മുടെ പുതിയ രീതിയിൽ ഒരു പെപ്പർ കൃഷിയാണ്, കുരുമുളകിൻ്റെ കൃഷിയാണ്. അതായത് സ്ഥലം വേണമെന്നില്ല, നമുക്ക് ടെറസിൽ ചെയ്യാം, ഇനി നമുക്കുള്ള സ്ഥലത്തും ചെയ്യാം. സാധാരണ കുരുമുളക് പ്ലാന്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കുരുമുളക് പ്ലാന്റ് ചെയ്യാം. താങ്ങുകാലിന് മരം വേണ്ട. നമ്മൾ ചെയ്യുന്ന വളങ്ങളെല്ലാം കറക്റ്റായിട്ട് ലഭിക്കും. 15 വർഷം വാറണ്ടിയോടുകൂടിയാണ് ഈ കവറിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഈ കാല് നട്ട് 15 വർഷത്തേക്കാണ്. ഇതിന് മറ്റുള്ള ഇതിനൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ താഴത്തെ വശങ്ങൾ കുറ്റിയായിട്ട് നിന്ന് ഓൾ സീസണിൽ നമുക്ക് കാതരികയും, ഇതിന്റെ മോൾ വശത്തോട്ട് കയറിപ്പോണ ഈ തടങ്ങൾ നമുക്ക് സീസണിൽ കാതരികയും ചെയ്യും. ഉദ്ദേശം നമുക്ക് ഒരു 10 കിലോ വരെ ഇതിൽ നിന്നും ഒരു ഇയർലി നമുക്ക് ലഭിക്കും. ഇതിപ്പം ഞങ്ങളൊരു പുതിയ കണ്ടുപിടുത്തമാണ്. താഴെ കുറ്റിയായിട്ട് നിന്ന് ഓൾ സീസണിൽ 365 ദിവസം താഴെ നിന്ന് കുരുമുളക് പറിക്കാം. സീസണിൽ നമുക്ക് ഈ പൈപ്പിൽ നിന്ന് പറിക്കാം. മിനിമം നമുക്ക് നല്ല ഈൽഡിങ് വരുമ്പോൾ ഒരു 10 കിലോ മുളകോളം നമുക്ക് ലഭിക്കുന്ന രീതിയിലാണ് നമ്മളിത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ഒരു പ്ലാന്റിൻ്റെ പ്ലാന്റ് സഹിതം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് അല്ലെങ്കിൽ ഫ്ലാറ്റിലോ നിങ്ങളുടെ മറ്റു പാവിലോ ഞങ്ങൾ 1500 രൂപയ്ക്ക് ഇപ്പോൾ ഓഫർ എന്ന രീതിയിൽ ഒരെണ്ണം ഫിറ്റ് ചെയ്ത് നൽകും. ഈ സൈസിൽ നമ്മൾ ചെയ്ത് കൊടുക്കും അല്ലേ? ചെയ്തു. നമ്മൾ കേരളത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? അത് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ? ഇങ്ങനെ നശിപ്പിക്കുന്ന കൊമ്പൻ ജെല്ലിയും ചെമ്പൻ ജെല്ലിയും നശിപ്പിക്കാൻ കേര കർഷകർക്ക് ആശ്വാസമായി സുരക്ഷ 99ഉം റെയിൻബോ 100ഉം ഇതുപയോഗിച്ച് ചെല്ലികൾ നശിച്ചില്ലെങ്കിൽ നിങ്ങൾ നൽകുന്ന പണം തിരികെ തരും. എന്ത് വില കൊടുക്കും നമ്മളിത്? ഇത് 1/2 കിലോ പാക്കറ്റ് 180 രൂപ. തെങ്ങിന്റെ കൂമ്പിലിട്ട് കൊടുക്കുക. ഇതിന്റെ കൂടെ എന്തെങ്കിലും മിക്സ് ചെയ്യാനുണ്ടോ? ഒന്നും മിക്സ് ചെയ്യണ്ട, മാത്രം കൂമ്പിൽ കുടഞ്ഞിട്ട് കൊടുക്കുക. കൊടുത്തിട്ടോ ആദ്യം. അപ്പൊ നമുക്ക് പക്ക റിസൾട്ട് വരുന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ? 100% ഉറപ്പ്. ഇത് കായ്ക്കാൻ താമസിക്കുന്ന തെങ്ങുകൾ പെട്ടെന്ന് കായ്ക്കുവാനും, വെള്ളയ്ക്ക പൊഴിച്ചിൽ, കാപിടുത്തം കുറച്ചിൽ, മഞ്ഞളിപ്പ്, അങ്ങനെ തെങ്ങിന്റെ 10 രോഗങ്ങളെ നിയന്ത്രിച്ച് നല്ല വിളവ് നൽകുവാൻ സുരക്ഷ 10X ഉപയോഗിക്കുക. എന്ത് വില കൊടുക്കുന്നത്? ഇത് 1 കിലോ 180. ഇത് 1 കിലോന്റെ പാക്കല്ലേ? 1 കിലോ പാക്കറ്റ് 10 കിലോ കല്ലുപ്പുമായി മിക്സ് ചെയ്ത് 2 കിലോ വീതം ഒരു തെങ്ങിന്റെ മൂട്ടിലിട്ട് കൊടുക്കുക. പക്ക റിസൾട്ട് ആയിരിക്കും. പക്ക റിസൾട്ട്.